വീഡിയോ ഒക്കെ ഇടാൻ വൈകും, പക്ഷേ ഞാൻ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരട്ടെ. ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. പൈൻ മരവും ഇങ്ങോട്ട് സ്റ്റെപ്പുണ്ട്, താഴെയാണ് റിവർ ഒഴുകുന്നത്, അതിൻ്റെ അപ്പുറത്താണ് ഒരു വില്ലേജ് ഉള്ളത്. ഞാൻ പതിയെ എന്ത് ചെയ്തുണ്ടോ, ഒരു സ്റ്റിക്കൊക്കെ ആയിട്ട് പതിയെ ഇറങ്ങി നടന്ന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇന്നലെ വൈകുന്നേരം -8 ഡിഗ്രി വരെ വന്നായിരുന്നു. ഇപ്പോൾ ഉണ്ട് കേട്ടോ മൈനസ്. ഐസൊക്കെ ഉറഞ്ഞു കിടക്കുന്നുണ്ടോ, ഇത് ഈ പൈപ്പ് ഉണ്ടോ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം മനസ്സിലായല്ലോ. നമ്മൾ ശരിക്കും എത്ര ദിവസമായി ട്രാവൽ തുടങ്ങിയിട്ടുള്ളതെന്ന് തണുപ്പൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് പോലും തെറ്റുക. നമ്മൾ എത്ര ദിവസമായി ഈ ട്രാവൽ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവോ? 48 ദിവസമായി കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞതേ, ഈ കാണുന്ന ചെറിയൊരു ടെമ്പിളുണ്ട്, ആ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നേരെ സൈഡ് വഴി നടന്നു കഴിഞ്ഞാൽ വില്ലേജിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമ്മൾ വില്ലേജിലേക്ക് പതിയെ നടന്നു പോവുക. എന്നിട്ട് ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞേ. നമ്മളിനി കുറച്ച് കുത്ത് കയറ്റം കയറാനുണ്ട് കേട്ടോ, നല്ല കയറ്റമുണ്ട്. ഇത് കണ്ടോ, ഈ കയറ്റം മൊത്തം നടന്ന് കയറണം. 12 മിനിറ്റ് കൊണ്ട് ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓ, ഞാൻ നല്ലൊരു കുത്ത് കയറ്റമാണല്ലോ കയറുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടി ആളുകൾ പോകുന്ന എന്താണേലും ചെരുപ്പിൻ്റെ പാടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, അങ്ങോട്ട് വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, ചെറിയ കനാല് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ഫ്രീസ് ആകത്തില്ല, ഒഴുകാതെ കിടക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രീസാവും. അങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കുന്ന വെള്ളമില്ലേ, അതൊക്കെ ഫ്രീസായിട്ട് ഈ ബ്ലാക്ക് ഐസ് ആവും. അതിൻ്റെ പുറത്തുകൂടി ഡ്രൈവ് ചെയ്യുക ഭയങ്കര പാടാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ബ്ലാക്ക് ഐസിൻ്റെ പുറത്ത് ടയർ കയറിയിട്ട് സ്കിഡായി. ഞാനും വീണ്, അജിത്തും വീണ്. ആഹാ, നമ്മൾ കുറച്ച് ക്ലോസ് എത്തിയല്ലോ. ഇവിടെ നോക്കിയാൽ മഞ്ഞുമല കാണാം, മഞ്ഞുമല. ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്കുള്ള ഈ ഗ്രാമത്തിലേക്കുള്ള ആൾക്കാരൊക്കെ വിറകും അങ്ങനെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് ഈ കാണുന്ന രീതിയിലാട്ടോ. പുറകിൽ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഹാങ് ചെയ്തിട്ട് തലയിലോട്ടൊരു കയർ വെച്ച് കിട്ടും, എന്നിട്ട് ഇതുപോലെ ചുമ്മിക്കൊണ്ട് പോകും. എന്താല്ലേ, ഈ മലയുടെ മുകളിലൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം. ഇങ്ങോട്ടുള്ള വഴി കണ്ടോ, 2 സൈഡിലും ഈ കല്ലൊക്കെ പിറക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സെൻറ്ററിൽ കൂടി ഒരു ചെറിയ നടപ്പാത, അതിൽ കൂടി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെങ്ങോട്ടോ ഉള്ളൊരു വഴിയാണെന്ന് പറഞ്ഞിട്ട് പോവുക കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് അറിയത്തില്ല, ചുമ്മാ കയറി ഇങ്ങ് പോകുന്നു, അങ്ങ് പോവുകയാണ്. എവിടെ കൊണ്ടുവന്ന് വിടുമെന്നുള്ളത് അറിയത്തില്ല, നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇവരുടെ വീടിനകത്തോട്ട് കയറുന്ന എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. അത് പണിത് വെച്ചേക്കുന്നുണ്ടോ, ലോക്കൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടല്ലേ. വീടൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ മരവും കല്ലും മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മരം, ഇവിടെ കല്ല്, വീണ്ടും മരം, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സിമെൻ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തകരം. 2 നില കേട്ടോ ഈ ഒരു ചെറിയ വീട്. ഇവിടുത്തെ ആപ്പിൾ മരങ്ങളൊക്കെ ഇല്ലേ, സീസൺ അല്ലാത്തതുകൊണ്ടേ ഇലയൊക്കെ പൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇല പൊഴിഞ്ഞ് നിൽക്കുന്നതാണ്. സീസൺ കഴിയുമ്പോൾ അങ്ങനെയാണ്, ഈ ഭാഗത്തൊക്കെ മരം കരിഞ്ഞതുപോലെയൊക്കെ നിൽക്കും. ആപ്പിളിൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 എണ്ണം ഉണ്ട്. आपका नाम? हिमन। हिमन। घर किधर है? उधर। उधर? हाँ। इसका ये खा ले, देख ये खा लियो। नाम क्या? सुष्मिता। सुष्मिता। आपका? मेरा हाँ, दर्शना। दर्शना।